ശുഭവേളയിൽ മമ നാമമായി മനതാരിലുണരുന്ന ശ്രീയേശുനാഥ, ശ്രീയേശുനാഥ, നിന്നാമം ധന്യം, നിന്നാമം ധന്യം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 68 സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടക്കൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധി പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ടു മരുഭൂമി കൂടി നടകൊണ്ടപ്പോൾ. എത്ര അത്ഭുതമാ ദൈവമക്കളെ! മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുവന്ന വിധം എത്രയോ വലുത്. ഇന്ന് നമ്മളെയൊക്കെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്ന വഴിയൊക്കെ നോർത്താൽ എവിടെ നിന്നായിരുന്നു? എന്തെങ്കിലും ഒരുപാട് വാരിക്കോരി എടുത്തോന്ന് ചോദിച്ചാൽ നമ്മളൊന്നും നേടിയിട്ടില്ല. ആത്മാവിനെ നേടിയെടുക്കാനുള്ള സന്തോഷവും സമാധാനവും ദൈവം നമുക്ക് തന്ന്, കൃപയും കൃപാവരങ്ങളും തന്ന് നമ്മളെ എത്രത്തോളം ആക്കിയ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ, ആമേ, വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കപ്പെട്ട മക്കളുടെ കൂടെ വിളിച്ചവൻ കൂടെയാ. ദൈവത്തിന് സ്തോത്രം. ആ വരവന്റെ സമയത്ത് മരുഭൂമി കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധി പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ആമേൻ. കർത്താവ് ആജ്ഞ കൊടുത്തു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. ദൈവമേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് കൊടുക്കാം. ദൈവം നമ്മുടെ കൂടെയുള്ളതോർത്ത് സ്തോത്രം. കഷ്ടങ്ങളിലിരിക്കുന്ന, കണ്ണുനീരിലായിരിക്കുന്ന, പല വിധത്തിലുള്ള ഞെരുക്കം അനുഭവിക്കുന്ന ദൈവജനമേ, വിളിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ടേ. ഒന്നുമോർത്ത് പതറിപ്പോകാതെ വിളിച്ചു കൊണ്ടുവന്ന ദൈവം എത്തേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കും. ആമേൻ. വാഗ്ദത്ത ദേശത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. വന്ന വഴിയൊക്കെ നടത്തിയ വിധം ഒന്ന് ഓർത്താൽ, അന്ന് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നടത്തിയ ദൈവം, ആമേ സ്തോത്രം, ഇന്നും ഇതാ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുക. സങ്കടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് മടുത്തുപോയെന്ന് പറയുന്ന ദൈവമക്കളെ, കരഞ്ഞ് കരഞ്ഞ് മടുത്തെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തുണയാം. ദൈവം നമ്മളോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവേ, കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ കർത്താവിൽ ആശ്രയിച്ചും കർത്താവിന് വേണ്ടി ജീവിപ്പാനും സഹായിക്കണമേ. പല വിധത്തിലുള്ള മാനസിക ഭാരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിന്റെ മക്കളെ തളർന്നു പോകാതിരിക്കുവാൻ ആത്മാവിൽ നിറയ്ക്കണേ കർത്താവേ. ആവശ്യങ്ങളുടെ മധ്യ എൻ്റെ കർത്താവ് പ്രവർത്തിക്കണേ കർത്താവേ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നിന്റെ മക്കളെ തൊട്ട് കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞെരുക്കത്തിൽ എൻ്റെ ദൈവമേ, വിശാലതയിലേക്ക് എത്തിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം കർത്താവ് ഒരുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേ. സ്തോത്രം.